From a box containing 8 red balls, 6 green balls, 4 blue balls, 3 balls are drawn at random, one after the other. Assuming that the balls are replaced, calculate the following probabilities എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ബോക്സിനകത്ത് 8 റെഡ് ബോൾസ് ഉണ്ട്, 6 ഗ്രീൻ ബോൾസ് ഉണ്ട്, 4 ബ്ലൂ ബോൾസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ടോട്ടൽ 3 ബോളാണ് എന്ത് ചെയ്യുന്നത്, അതിൽ നിന്നും സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതും വൺ ആഫ്റ്റർ ദി അതർ, ഒന്നിനു ശേഷം മറ്റൊന്ന് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ അതിൽ നിന്നും സെലക്ട് ചെയ്യുന്നത്. ദെൻ അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ഈ ഒരു പ്രോബബിലിറ്റിയിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട്, എത്ര ബോൾസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ സെലക്ട് ചെയ്യുന്നത് ഒരുമിച്ചാണോ അതോ ഒന്നിനു ശേഷം ഒന്ന് എന്നുള്ള രൂപത്തിലാണോ, അതേപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത ബോൾസ് അല്ലെങ്കിൽ സെലക്ട് ചെയ്ത കാർഡുകൾ നമ്മൾ തിരിച്ച് റീപ്ലേസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഈ 2-3 കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, എന്നിട്ട് നമ്മോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള താഴെ പറയുന്ന രൂപത്തിലുള്ള പ്രോബബിലിറ്റീസ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ ഒരു റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്, അതേപോലെ തന്നെ ഒരു ഗ്രീൻ ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്, ഒരു ബ്ലൂ ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ 8 ബോൾസ്, അഥവാ റെഡ് 8 ബോൾ ആണ് നമുക്ക് റെഡ് ഉള്ളത്, അതേപോലെ തന്നെ 6 ഗ്രീൻ ബോൾസ് ആണുള്ളത്, 4 ബ്ലൂ ബോൾസ് ആണുള്ളത് അല്ലെ. ടോട്ടൽ നമ്മുടെ അടുത്ത് 18 ബോൾസ് ആണ് നമുക്കുള്ളത് അല്ലെ. അപ്പോൾ റെഡ് ബോൾ 8 ആണ്, അതുകൊണ്ട് തന്നെ 8/18 ആണ് നമുക്ക് റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി. ദെൻ പ്രോബിലിറ്റി ഓഫ് ഗ്രീന് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 6/18 ആണ്. അതേപോലെ തന്നെ ബ്ലൂ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ബ്ലൂ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 4 ബോൾസ് ആണ്. സോ 4/18 ആണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓൾ ദ 3 ബോൾസ് ആർ റെഡ്, 3ഉം റെഡ് കിട്ടാനുള്ള സാധ്യത. ഓക്കെ, അഥവാ നമ്മൾ 3 ബോൾ എടുക്കുന്നു, 3ഉം എന്താണ് നമുക്ക് കിട്ടുന്നത്, റെഡ് ആണ് എടുക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഒന്നാമത്തെ ബോൾ എടുക്കുന്നു, ദെൻ അത് വീണ്ടും ആ ബാസ്ക്കറ്റിനകത്ത് അല്ലെങ്കിൽ ബോക്സിനകത്ത് റീപ്ലേസ് ചെയ്യുന്നു, വീണ്ടും നമ്മൾ അടുത്ത ബോൾ എടുക്കുന്നു, അപ്പോഴും നമുക്ക് റെഡ് കിട്ടുന്നു. അങ്ങനെ 3ഉം റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി ആണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ ആ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ് അല്ലെ, അഥവാ ആൻഡ് ആണ് ഇവിടെ വരുന്നത്. ആൻഡ് ആവുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മൾട്ടിപ്ലിക്കേഷൻ തിയർ ആണ് അല്ലെ. അപ്പൊ റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 8/18 ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഓൾ ദ 3 ബോൾസ് ആർ റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 8/18 ഇൻറ്റു 8/18 ഇൻറ്റു 8/18. ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി ആയിട്ട് വരിക. ഓക്കെ, ഒന്നാമത്തെ ബോൾ റെഡ്, രണ്ടാമത്തെ ബോൾ റെഡ്, മൂന്നാമത്തെ ബോൾ റെഡ് അല്ലെ. ടോട്ടൽ വരിക 64/729 ആണ് വരിക. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നൺ ഓഫ് ദം ആർ റെഡ്, ഒന്നും റെഡ് ലഭിക്കുന്നില്ല. ഓക്കെ, അഥവാ നമ്മൾ സെലക്ട് ചെയ്യുന്ന 3 ബോളിൽ ഒന്നും നമുക്ക് എന്ത് കിട്ടുന്നില്ല, റെഡ് കിട്ടുന്നില്ല. അഥവാ റെഡ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ഗ്രീനോ ബ്ലൂ ആയിരിക്കോ ലഭിക്കുന്നുണ്ടായിരിക്കും അല്ലെ. ഒന്നാമത്തെ ഗ്രീൻ ഓർ ബ്ലൂ ആണ് ലഭിക്കുന്നത്, രണ്ടാമത്തും ഗ്രീൻ ഓർ ബ്ലൂ ആണ് ലഭിക്കുന്നത്, മൂന്നാമത്തും ഗ്രീൻ ഓർ ബ്ലൂ ആണ് നമുക്ക് ലഭിക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഏത് തിയറാണോ ഉപയോഗിക്കേണ്ടത്, അഡീഷൻ ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ? ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. കാരണം 1 ആൻഡ് 2 ആൻഡ് 3 അല്ലെ, ഇതൊന്നും എന്തല്ല, റെഡ് അല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ റെഡ് അല്ല എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലെ. അപ്പൊ റെഡ് എന്ന് പറയുന്നത് 8/18 ആണ്. അപ്പൊ റെഡ് ഒഴികെ ബാക്കി ഇനി 18 എത്രയാണ് ഉണ്ടാവുക, 6 + 4 അഥവാ 10/18 ആണ് ബാക്കി ഉണ്ടാവുക. അപ്പൊ നമ്മുടെ പ്രോബബിലിറ്റി ഇങ്ങനെയാണ് വരിക, 10/18 ഇൻറ്റു അല്ലെ, ഇതിന്റെ GB എന്ന് പറയുമ്പോൾ ഇതിന്റെ 10/18, ഗ്രീനും ബ്ലൂവും കിട്ടാനുള്ളത് 10/18 ആണ്. ഓക്കെ, ദെൻ 10/18 ഇൻറ്റു 10/18 125/729 ആണ് ഇതിന്റെ ആൻസർ വരിക. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കാം. അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദം ഈസ് റെഡ്, ഒന്നെങ്കിലും റെഡ് ആവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഏതെങ്കിലും ഒന്നെങ്കിലും റെഡ് ആവുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് ടോട്ടൽ പ്രോബബിലിറ്റിയിൽ നിന്നും നമുക്കിവിടെ പറഞ്ഞു നൺ ഓഫ് ദം ആർ റെഡ് പറഞ്ഞു അല്ലെ. നൺ ഓഫ് ദം ആർ റെഡ് എന്നുള്ളത് നമ്മൾ പ്രോബബിലിറ്റി ഈ രൂപത്തിലാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് എന്ത് ചെയ്താൽ കഴിയും, അതായത് ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1 ആയിരിക്കുമല്ലോ അല്ലെ. അപ്പൊ 1ൽ നിന്ന് ഈ ഒരു പ്രോബബിലിറ്റി മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഒന്നെങ്കിലും റെഡ് ആവാനുള്ള പ്രോബിലിറ്റി കിട്ടും അല്ലെ. ഇതെന്ന് പറയുന്നത് ഒന്നും റെഡ് ആവാതിരിക്കാനുള്ള പ്രോബിലിറ്റിയാണ്. അപ്പൊ ഒന്നെങ്കിലും റെഡ് ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഇതിൽ നിന്ന്
1 മൈനസ് ചെയ്താൽ അഥവാ 1ൽ ടോട്ടൽ പ്രോബബിലിറ്റിയിൽ നിന്ന് നൺ ഓഫ് ദം ആർ റെഡ് എന്നുള്ള പ്രോബബിലിറ്റി മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒന്നെങ്കിലും റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി നമുക്ക് ലഭിക്കും. അപ്പൊ ഇത് നമ്മൾ മൈനസ് ചെയ്താൽ തന്നെ നമുക്ക് ലഭിക്കും. ഓക്കെ, നമുക്ക് വരിക ആൻസർ വരിക 604 ഡിവൈഡഡ് ബൈ 729. 604 ഡിവൈഡ് ബൈ 729 ആണ് ഇതിന്റെ ആൻസർ വരിക. ഓക്കെ, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഈസ് റെഡ് ഈ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്താൽ മതി? ടോട്ടൽ പ്രോബബിലിറ്റിയിൽ നിന്ന്, കാരണം ഇവിടെ നമ്മൾ ചെയ്ത് വെച്ചതുകൊണ്ടാണ് അതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് ബോൾ ഈസ് റെഡ്. ഫസ്റ്റ് ബോൾ റെഡ് ആവാനുള്ള സാധ്യത. ഓക്കെ, അഥവാ ഫസ്റ്റ് ബോൾ റെഡ് ആവുന്നു, ബാക്കിയുള്ളത് റെഡോ ഗ്രീനോ ബ്ലൂ ആവാം. ഓക്കെ, ഏതെങ്കിലും ഒക്കെ ഒന്നാവാം. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് ബോൾ റെഡ് ആവുന്നു, രണ്ടാമത്തെ റെഡ് ആവാം, ഗ്രീൻ ആവാം, ബ്ലൂ ആവാം, മൂന്നാമത്തും റെഡോ ഗ്രീനോ ബ്ലൂ ആവാം. ഓക്കെ, ഒന്നാമത്തത് റെഡ് ആവാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഒന്നാമത്തെ റെഡ് ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് 8/18 ആണ്. 8/18. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ ബാക്കിയുള്ളത് അഥവാ ടോട്ടലാണ് വരിക, ഏതും ആവാമെന്നുള്ളതാണ്. സോ 18/18 അല്ലെ, ഏതെങ്കിലും ഒക്കെ ഒന്നാവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മുടെ അതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 4/9 ആണ് ടോട്ടൽ വരിക. 4/9 ആണ് ഇതിന്റെ ടോട്ടൽ വരിക. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ഫസ്റ്റ് ബോൾ റെഡ് ആവാനുള്ള സാധ്യത 8/18 ആണ്. സെക്കൻഡ് ബോൾ റെഡ് ആവരുത് എന്ന് പറഞ്ഞിട്ടില്ല അല്ലെ. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഇവിടെ മുഴുവനായിട്ട് എടുത്തിട്ടുള്ളത്. സെക്കൻഡും തേർഡും റെഡ് ആവരുത് എന്ന് പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് ബോൾ റെഡ് ആവണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സെക്കൻഡും തേർഡും ഏതും ആവാന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. ഓൺലി ഫസ്റ്റ് ബോൾ ഈസ് റെഡ്. ഇവിടെ ഒന്നാമത്തെ ബോൾ മാത്രമേ റെഡ് ആവാൻ പാടുള്ളൂ അല്ലെ. അതായത് ഒന്നാമത്തെ ബോൾ മാത്രം റെഡ് ആവുകയും ബാക്കിയുള്ളത് എന്ത് ചെയ്യുന്നു? ഗ്രീനും ബ്ലൂവോ ഏതെങ്കിലും ആണ് ആവേണ്ടത്. ഗ്രീൻ ഓർ ബ്ലൂ ആണ് ആവേണ്ടത് അല്ലെ. രണ്ടാമത്തിലും മൂന്നാമത്തിലും 6 വരാൻ പാടില്ല. ഇവിടെ നോക്കിയാൽ വ്യത്യാസം മനസ്സിലാവും. ഇവിടെ ഇതിൽ റെഡ് വരാം, പക്ഷെ ഇവിടെ റെഡ് വരാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ 8/18 എടുക്കും. ഇൻറ്റു ഗ്രീനും ബ്ലൂ ആവുമ്പോൾ 10/18 ആയിരിക്കും. ഓക്കെ, 10/18 ആണ് വരിക. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ 100/729 ആണ്. 100/729 ആണ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫസ്റ്റ് ബോൾ ഈസ് നോട്ട് റെഡ്. ഒന്നാമത്തെ റെഡ് ആവരുത്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഗ്രീൻ ബ്ലൂ ആണ് ഒന്നാമത്തെ വരേണ്ടത്. രണ്ടാമത്തെ ബോൾ എന്ത് ചെയ്യാം? റെഡോ ഗ്രീനോ ബ്ലൂ ആവാം. മൂന്നാമത്തെ ബോളും റെഡോ ഗ്രീനോ ബ്ലൂവോ ആവാവുന്നതാണ് അല്ലെ. അപ്പൊ ഒന്നാമത്തത് റെഡ് ആവരുത് എന്നുള്ളതാണ്. ഇവിടെ റെഡ് വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ റെഡ് വരാതിരിക്കാൻ 10/18 ആണ് അതിന്റെ പ്രോബിലിറ്റി. ഇൻറ്റു രണ്ടാമത്തതും മൂന്നാമത്തതും എന്ത് ചെയ്യാം? റെഡോ ഗ്രീനോ ബ്ലൂവോ ആവാം അല്ലെ. സോ 18/18. സോ ഈക്വൽ ടു 5/9 ആണ് ഇതിന്റെ ആൻസർ വരിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആർ സെയിം കളർ. ഒന്നാമത്തെയും അവസാനത്തെയും സെയിം കളറാണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെയും അവസാനത്തെയും സെയിം കളറാണ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നത് എല്ലാ ഓപ്ഷൻസും നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ്. അഥവാ റെഡ് ഫസ്റ്റും ലാസ്റ്റും വരുന്നു, ഗ്രീന് ഫസ്റ്റും ലാസ്റ്റും വരുന്നു, അതേപോലെ തന്നെ ബ്ലൂ ഫസ്റ്റും ലാസ്റ്റും വരുന്നു. ഈ രൂപത്തിലാണ് വരുന്നത്. ഓക്കെ, അഥവാ നമുക്ക് ഓപ്ഷൻസ് ഇങ്ങനെ ഉണ്ട്. റെഡ്, ഗ്രീന്, റെഡ് അല്ലെ, സെയിം ആയിട്ട് വരുന്നു. ഗ്രീൻ ഓർ ബ്ലൂ, അതേപോലെ തന്നെ ഗ്രീന്, റെഡ് ഓർ ബ്ലൂ, ദെൻ ഗ്രീന്. ഇതൊരു ഓപ്ഷനാണ്. ദെൻ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്ലൂ, ദെൻ റെഡ് ഓർ ഗ്രീൻ, ദെൻ ബ്ലൂ അല്ലെ. ആദ്യം റെഡ് 2 വരുന്നു, പിന്നെ ഗ്രീൻ 2 വരുന്നു, ബ്ലൂ 2 വരുന്നു. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സെയിം കളറായിട്ട് വരുന്നത്. അപ്പൊ ഇതേ ഓപ്ഷൻ ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ചെയ്യാം. റെഡ് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ നേരത്തെ ചെയ്താണ്. റെഡ് വരാൻ 8/18 ആണ്. ഓക്കെ, ദെൻ ഇൻറ്റു ബാക്കി ഗ്രീനോ ബ്ലൂ വരാനുള്ള സാധ്യത 10/18 ആണ്. വീണ്ടും റെഡ് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് 8/18 ആണ്. ഇത് ഒരു ഓപ്ഷൻ. ഓക്കെ, എന്നിട്ട് ഇവയെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യാം. കാരണം ഇവിടെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും രണ്ടും കൂടെ ഒരുമിച്ചാണ് വരുന്നത്. ഓക്കെ, കാരണം ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സെയിം കളർ ആവാനുള്ള സാധ്യതയാണ്. അപ്പോൾ ഇത് ആവാം, അല്ലെങ്കിൽ ഓർ അല്ലെ, അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ആവാം. ഇതാവാം, അല്ലെങ്കിൽ ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ ഇങ്ങനെ ആവാം. ഒന്നുകിൽ റെഡ് ആവാം, അല്ലെങ്കിൽ ഗ്രീൻ ആവാം, അല്ലെങ്കിൽ ബ്ലൂ ആവാം. സോ ഓർ ഓപ്ഷൻ ആണ് വരുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ അഡീഷൻ കൊടുക്കണം. ഓക്കെ, ഇവിടെ ഗ്രീൻ ആണ്. ഗ്രീന് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് 6/18 ആണ്. 6/18 ഇൻറ്റു
ദെൻ റെഡ് ഓർ ഗ്രീൻ വരാനുള്ള സാധ്യത, സോറി റെഡ് ഓർ ബ്ലൂ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് 12/18 ആണ് വരിക. ദെൻ പ്ലസ് ഇൻറ്റു 6/18. ദെൻ പ്ലസ് നമുക്കിവിടെ ബ്ലൂ ആണ്, ബ്ലൂ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് 4/18 ആണ്. 4/18 ഇൻറ്റു ദെൻ റെഡ് ഓർ ഗ്രീൻ അല്ലെ, റെഡും ഗ്രീനും വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് 8ഉം 6ഉം. ഓക്കെ, അപ്പോൾ 14 വരിക. 14/18 ഇൻറ്റു ദെൻ 4/18 ഇങ്ങനെയാണ് വരിക. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ എഴുതി പോയിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക. റെഡ്, ഗ്രീൻ, ബ്ലൂ, റെഡ്, ദെൻ ഗ്രീന്, റെഡ്, ബ്ലൂ, ഗ്രീന്, ദെൻ ബ്ലൂ, റെഡ്, ഗ്രീന്, ബ്ലൂ. ഓക്കെ, അഥവാ ആദ്യവും അവസാനവും എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സെയിം കളർ വരുന്ന രൂപത്തിലുള്ള പ്രോബബിലിറ്റി ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ ലഭിക്കും. ടോട്ടൽ എന്ന് പറയുന്നത് 2/9 ആണ് വരിക. ഓക്കെ, 2/9 ആണ് ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ടോട്ടൽ വരിക. ഇതെന്തുകൊണ്ടാണ് പ്ലസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ ഓർ ഓപ്ഷൻസ് ആണ് ഇവിടെ വരുന്നത്, ഓർ സിറ്റുവേഷൻ ആണ് വരുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ അഡീഷൻ തിയറം കൂടെ ഇതിന്റെ കൂടെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്.